എനിക്ക് കുറേ കാലമായിട്ടുള്ള സംശയമാണ്, നല്ല മൊയന്തുകളെല്ലാം കൂടി ചേർന്ന് BJP ആവുന്നതാണോ, അതോ BJPയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘപരിവാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിറ്റകളൊക്കെ നല്ല മൊയന്താവുന്നതാണോ? കുറേ കാലമായിട്ടുള്ള സംശയമാണ്. ഏറ്റവും അവസാനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അയാൾ വാ തുറന്ന വിഡ്ഢിത്തം മാത്രം പറയുന്ന ഒരു മുതലാണ്. നമുക്ക് അതിന് മുൻപുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മറ്റെല്ലാ പ്രസിഡന്റുമാരെ വെച്ചും തുലനം ചെയ്യുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ, ഭൂലോക ചാണകമായി മാറി. സുരേഷ് ഗോപിയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം സിനിമയിൽ ഉണ്ടായിരുന്ന സമയത്ത്, സജീവമായിരുന്ന സമയത്ത്, അതേപോലെ തന്നെ ഈ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയുടെ ആങ്കർ ആയിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം നമുക്കറിയായിരുന്നു. പക്ഷേ അദ്ദേഹം BJPയിൽ വന്ന് ചേർന്നതോടു കൂടിയുള്ള ആ ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു അസൽ ചാണക സംഖ്യയായി ആയ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം, അത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വാ തുറന്ന വിഡ്ഢിത്തവും അബദ്ധവും മാത്രം പറയുന്ന ഒരു മുതലായി മാറി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, യഥാർത്ഥത്തിൽ ഈ വിറ്റുകൾ ഈ അത്യാവശ്യം വിവരമുള്ളവരും BJP ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംഘപരിവാർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയന്താവും എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വാ തുറന്നത് എന്തിനു വേണ്ടിയിട്ടാണല്ലോ, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ അഥവാ ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാമതാണെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പുറത്തു വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ചൊടിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, കേരളം ആയതൊക്കെ ശരിയാണ്, അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകളിലാണ് ഇത് വ്യക്തമാകുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റെ ആ കുറവിനൊരു കാരണം കാണിക്കണം. അതിന് വേണ്ടിയിട്ട് മൂപ്പര് പറഞ്ഞൊരു ഭൂലോക വിഡ്ഢിത്തമുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് കേൾപ്പിക്കാം. കേരളത്തിലെ ശിശുമരണ നിരക്കിനെ കുറിച്ച് മണ്ടത്തരം പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശിശുമരണ നിരക്ക് കുറയാൻ കാരണം കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നുകൊണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ വിചിത്ര വാദം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്? അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? അതായത് ചെറുപ്പക്കാരാണല്ലോ, യൂത്താണല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്നത്. അവരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനനം കുറയില്ലേ? ജനനം കുറയുമ്പോൾ മരണവും കുറയും. എങ്ങനെ? അതായത് ശിശു മരണ നിരക്ക് കുറയാനുള്ള കാരണം കുട്ടികൾ ജനിക്കുന്നില്ല. കുട്ടികൾ ഉണ്ടാക്കേണ്ട ചെറുപ്പക്കാരൊക്കെ ഇവിടുന്ന് വിദേശത്തേക്ക് പഠന ആവശ്യം, ജോലി ആവശ്യത്തേക്ക് പോവുകയാണ്. മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണുള്ള മറ്റൊരു കണ്ടെത്തൽ. അത് അതിലേറെ വലിയ അബദ്ധമാണ്. അതിലേക്ക് നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. പക്ഷേ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശിശുമരണ നിരക്ക്. 1000 കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 1 വയസ്സ് തികയുന്നതിന് മുൻപ് എന്ന് വെച്ചാൽ അവരുടെ 1ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളതാണ്. പോഷകാഹാരത്തിൻ്റെയും മറ്റും കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വരിക. അത് ഇന്ത്യയിൽ ശരാശരി 25ആണ്. 30, 32, 37 വരെ കുട്ടികൾ മരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. 1037 വരെ കുട്ടികൾ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ ആ കണക്കിൽ ഇന്ത്യയുടെ ശരാശരി 25ആണ്. അത് കേരളത്തിൻ്റെ കൂടി ചേർത്തുമ്പോഴാണ് 25 ആവുന്നത്. കേരളത്തിൽ അത് വെറും 5ആണ്. ഇതിലേറെ കൗതുകമുള്ള കാര്യം, അമേരിക്കയിൽ അത് 5.61ആണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്ക് പ്രകാരം 5.61%. എന്ന് വെച്ചാൽ അമേരിക്കയെ മറികടന്ന് ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാമതെത്തി എന്നുള്ളതാണ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖരനെ ചൊടിപ്പിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഡ്ഢിത്തം പറയുമ്പോൾ ഇത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ഒരു വിഭാഗം സംഖ്യകളുണ്ട് എന്നുള്ളതാണ്. ഒരു വിഭാഗം എന്നല്ല, 90% സംഖ്യകൾ ഇത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. പറയുന്നത് അവരുടെ നേതാക്കന്മാരാണല്ലോ. അവരുടെ നേതാക്കന്മാർ പറയുന്ന പച്ച നുണകളും പച്ച വിഡ്ഢിത്തങ്ങളും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ അവർ പ്രാപ്തരാകുന്നതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സംഘപരിവാർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല മൊയന്താവുന്നുള്ളത്. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കാര്യം പറഞ്ഞതാണ്. ഇനിയും ബോധ്യപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി കാണിക്കാം. നമ്മൾ ജെമിനിയോട് ഈ കാര്യം ഒന്ന് ചോദിക്കാം. ജെമിനി, എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി? ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് 1000 ജനനങ്ങളിൽ 1 വയസ്സിന് താഴെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ്. ഇത് ഒരു സമൂഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ പ്രധാനപ്പെട്ട സൂചകമാണ്. ശിശുമരണ നിരക്ക് കണക്കാക്കുന്നത് ഒരു പ്രത്യേക വർഷത്തിൽ ജനിച്ച കുട്ടികളിൽ 1 വയസ്സിന് താഴെ മരിച്ചവരുടെ എണ്ണം ആ വർഷത്തിലെ ആകെ ജനനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് അതിനെ 1000 കൊണ്ട് ഗുണിച്ചാണ്. വൈദ്യോപദേശം നൽകാൻ എനിക്ക് കഴിയും. വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇങ്ങനെ 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് അവയ്ക്ക് 1 വയസ്സാവുന്നതിന് മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് കേരളത്തിൽ 5ആണ്, ഇന്ത്യയിൽ അത് ശരാശരി 25ആണ്. അമേരിക്കയെ മറികടന്നു പറയാൻ കാരണം അമേരിക്കയിൽ അതിൻ്റെ ശതമാനം കിടക്കുന്നത് 1000 കുഞ്ഞുങ്ങളിൽ 5.61%. നമ്മളത് അതിൽ നിന്നും 0.61 കുറഞ്ഞ് 5-ലെത്തി നിൽക്കുന്നു. ഇതാണ്
രാജീവ് ചന്ദ്രശേഖരനെ ചൊടിപ്പിച്ചത്. ആഹാ, അത് പറ്റില്ല, കേരളം അങ്ങനെ മുന്നിട്ട് നിൽക്കണ്ട. അപ്പം അതിനൊരു കാരണം കണ്ടെത്തിയതാണ് ഇവിടെ കുട്ടികൾ ജനിക്കുന്നില്ല എന്നുള്ളതാണ്. പൊന്നു രാജീവ് ചന്ദ്രശേഖരെ, പൊന്നു സംഘികളെ, ജനിച്ച കുട്ടികളുടെ കാര്യമാണ്, ജനിക്കാത്ത കുട്ടികളുടെ കാര്യമല്ല. ജനിച്ച 1000 കുഞ്ഞുങ്ങളിൽ 5 കുഞ്ഞുങ്ങളെ ഇവിടെ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരിക്കുന്നുള്ളൂ. അതാവട്ടെ നിങ്ങളുടെ കേന്ദ്രം കണ്ടെത്തിയ കണക്കാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളെ നെഞ്ചത്തോട്ട് കയറണ്ട. രാജീവ് ചന്ദ്രശേഖരായാലും സംഘികളായാലും ഇനിയെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. കുറച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടെങ്കിലും ഈ കണക്കിലൊന്ന് കേരളം പുറകോട്ട് പോകണേ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശരാശരിക്കൊപ്പമെങ്കിലും ഒരു 25 കുഞ്ഞുങ്ങളെങ്കിലും മരിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ദൈവമേ അതിലൊരു 25 എണ്ണമെങ്കിലും കാഞ്ഞു പോണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ. മറ്റൊരു മാർഗ്ഗവും ഇല്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.